ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീല ഷെരീഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് 3 കളറിലുള്ള പച്ചടി ഒരു വീഡിയോ ആണ്. ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി. അത് 3 കളറുള്ള പച്ചടിയും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിനായിട്ട് മധുര പച്ചടിക്ക് പൈനാപ്പിൾ വെച്ചാണ് സാധാരണ ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, നമുക്ക് മത്തങ്ങ വെച്ചും മധുര പച്ചടി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിന്ന് മത്തങ്ങ വെച്ചുള്ള മധുര പച്ചടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പിന്നെ ബീറ്റ്റൂട്ടും ഉണ്ട്, വെള്ളരിക്കയുണ്ട്. നമുക്കിത് വെച്ച് പച്ചടി തയ്യാറാക്കാം. ബീറ്റ്റൂട്ടും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെള്ളരിക്കയും മത്തങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ബീറ്റ്റൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് പച്ചമുളകും ഇഞ്ചി ചെറുതായി നുറുക്കിയതാണിത്. പിന്നെ വേണ്ടത് 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് 3 പാത്രത്തിലോട്ട് ഇത് 3 മാറ്റാം. അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഒരേപോലെ സമാസമം ചേർത്ത് കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് വേണം വേവിക്കാൻ. ഉപ്പ് ഇടുന്നതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, വീഡിയോയിൽ കിട്ടിയില്ല. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് ലിഡ് വെച്ച് അടച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ പച്ചക്കറിയൊക്കെ തലേന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്താണ് അവിയലിനും പച്ചടിക്ക് തോരൻ എല്ലാം അരിഞ്ഞ് രാത്രിയെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അതെടുത്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളമൊക്കെ ഉണ്ടാകുന്ന നോക്കണം. അല്പം മഞ്ഞൾപ്പൊടി ഈ മഞ്ഞ പച്ചടിക്ക് മത്തങ്ങയിൽ ചേർക്കണം. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഒന്നിച്ച് അരച്ചെടുത്താൽ മതി. തേങ്ങ 3 പച്ചടിക്കും കൂടെ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട്, പിന്നെ അല്പം ജീരകം, ചിലർ ജീരകം ചേർക്കൂല, ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കടു ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇട്ടൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു പോയാൽ അതിന് വേറൊരു ചെവ വരും. അതാണ്, ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിലും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച തേങ്ങാക്കൂട്ട് നമുക്ക് 3ലും ഒരേപോലെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും 3 കളറുള്ള പച്ചടി. തലേന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ തയ്യാറാക്കാവുന്നതാണ്. കുക്ക് ചെയ്യുന്ന ആ സമയം മാത്രമേ ഞാൻ തലേന്ന് അവിയലിനും തോരനും എല്ലാത്തിനും ഇതേപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് രാവിലെ ഓണത്തിൻ്റെ അന്ന് കുക്ക് ചെയ്യുന്നത്. തേങ്ങ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന്
1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് കിട്ടും. നമുക്ക് ഈ മധുരപ്പച്ചടിയിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ മിസ്സായിട്ടുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ മത്തങ്ങ പച്ചടിയിൽ അതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് നല്ല മധുരം കിട്ടുള്ളൂ. അത് മിസ്സായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത്തിരി പഞ്ചസാര ചേർക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് തൈര് ചേർക്കാൻ. നല്ല മധുരം പൈനാപ്പിൾ പച്ചടിയെക്കാട്ടിയും ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പച്ചടി. നല്ല ടേസ്റ്റായിരുന്നു മധുരപ്പച്ചടി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കടുക് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയാൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇവിടെയൊക്കെ കടുക് വറുക്കുന്നതിന് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും. ചിലർ ചെറിയ ഉള്ളിയൊന്നും കടുക് വറുക്കുന്നതിന് ചേർക്കില്ല. പിന്നെ വറ്റൽമുളക് ചെറുതായി നുറുക്കിയതും, പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് 3 കൂടെ വഴറ്റി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 3 പച്ചടിയിലോട്ടുകൂടെ ഒഴിച്ചു കൊടുത്താൽ പച്ചടിയുടെ ജോലി കഴിഞ്ഞു. എന്താ കളർഫുള്ളായി 3 കളറിലെ പച്ചടി നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയില്ലേ. വളരെ എളുപ്പമാണ്. നമുക്ക് പച്ചടി ഇതേപോലെ ഒന്നിച്ച് ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചാൽ രാവിലെ എടുത്ത് നമുക്ക് ഓണത്തിന് നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം 3 കളറിലെ പച്ചടി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Thank you for watching. Bye. Happy Onam.